ദൈവനാമ മഹത്വത്തിനായി ഞാൻ ഈ സാക്ഷ്യം പറയുന്നു. ഞാൻ 2019 അവസാനമായിട്ടാണ് ഈ സൂം മീറ്റിങ്ങിലാണ് ഞാൻ ആദ്യമായിട്ട് പാസ്റ്ററിനെ കാണുന്നതുമൊക്കെ. ആ സമയം മുതൽ ഈ സമയം വരെയും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേഴ്സണലി ആ സബ്ജക്റ്റ് വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഒരു കുടുംബാംഗം പോലെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്ത പാസ്റ്ററിനെയും കുടുംബത്തെയും ഞാൻ ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ആക്ച്വലി എൻ്റെ മൂത്ത മകന് ഒരു വലിയ പ്രയാസമുണ്ടായി. ആ ഒരു അനുഭവം കൊണ്ട് ഞങ്ങൾ വളരെ തകർന്നിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ നാട്ടിൽ വന്നതും വെള്ളപ്പൊക്കം വന്നു. പല ഒരു തരത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമായിട്ട് ഞങ്ങൾക്ക് തന്നെ നിൽക്കാൻ ഒക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പാസ്റ്ററിനെ സമീപിക്കുന്നത്. അന്നേരം പാസ്റ്റർ ഇവിടെ ഇല്ല, സിംഗപ്പൂരിലുമാണ്. എന്നാലും സൂം മീറ്റിംഗ് ത്രൂ ഞങ്ങൾക്ക് ഇടപെടാനൊത്തു. അങ്ങനെ മോനും വിടുതലായി. മോന് ആദ്യമേ സ്റ്റുഡൻസ് വിസ PR കിട്ടാതെ തിരിച്ചു വന്നു. എങ്കിലും പ്രാർത്ഥനയിൽ അവന് പോകാൻ ഇട വന്നു. പിന്നെ അവൻ ഇളയ മോൻ്റെ കല്യാണം, ആ മോനും വേണ്ടിയിട്ടും പാസ്റ്റർ ഒരുപാട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തത് മുഖാന്തരമാണ്. ദൈവത്തോടുള്ള മല്ലടി കാരണമാണ് ഞങ്ങളുടെ 2 മക്കളും സെറ്റിലാവുകയും ഇപ്പം കൊച്ചുമോനൊരു മോളുണ്ടായി. ഞങ്ങൾക്ക് വളരെ സമാധാനമായ ഒരു ജീവിതം നയിക്കാനും ദൈവത്തോട് ഒരുപാട് പറ്റിച്ചേരാനും എല്ലാ വിധത്തിലും കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ ഞങ്ങൾ കാണാനും ഇടയാക്കി. എല്ലാത്തിനായും നന്ദി പറയുന്നു. കാരണം എല്ലാ സമയങ്ങളിലും എൻ്റെ കർത്താവിൻ്റെ ആ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഈ സൂം മീറ്റിംഗ് ഞങ്ങൾക്കൊരു കാരണമായി. ആ സൂം മീറ്റിംഗ് ഞങ്ങൾ വേറെ സ്ഥലങ്ങളിലാണെങ്കിലും നമുക്ക് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരുന്നത് പോലെ ഉള്ളൊരു അനുഭവം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നു. എല്ലാത്തിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ, പാസ്റ്ററിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കൊല്ലം സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ഉയർച്ച കാണുവാനും ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഈ കൊല്ലം ഉണരണം. ഈ നേഷൻസ് മുഴുവൻ ഇത് സ്പ്രെഡാവണം. കാരണം വിശ്വസ്തനായ ഒരു കുടുംബം നിൽക്കുന്നത് കൊണ്ട് അനേകം കുടുംബങ്ങൾ, അനേകം രാജ്യങ്ങളിൽ ഇതെത്തണം. യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആമേൻ, ആമേൻ. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഈസസിൻ്റെ 2 മക്കളെയും കർത്താവ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് അനുഗ്രഹിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ ആ മകന് കാനഡയുടെ എല്ലാ വാതിലും അടഞ്ഞു പോയതാണ്. പക്ഷേ തിരിച്ച് ഇന്ന് അവിടെ ഹല്ലേലൂയ ആദ്യം താൻ പോയി PR ആയി. അതിനുശേഷം തൻ്റെ വൈഫും കൂടെ ഇപ്പോൾ PR ആയി. അറിയാം. ഒരുമിച്ചൊന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായിട്ട്, അതേപോലെ തന്നെ ഇളയ മകനെ കർത്താവ് അതിമനോഹരമായി നടത്തുന്നതിനായിട്ട് ഹല്ലേലൂയ ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്ദി പറയാൻ പറ്റും.